ഷൺമുഖ, നാരായണ, ഗൗരി, ലക്ഷ്മി ഇങ്ങനെയുള്ള പേരുകൾ ഇടുമ്പോൾ നമ്മൾ പല പ്രാവശ്യം ആ കുഞ്ഞുങ്ങളെ വിളിക്കുന്നതിൽ കൂടി ആ പ്രദേശവും ആ വീടും ആ കുഞ്ഞുങ്ങളും നമ്മളും ഒക്കെ ദൈവീകമായ ഒരു അനുഭൂതി അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അതാണ് സർവ പാപങ്ങളും ചെയ്ത് ജീവിതകാലം മൊത്തം സുഖിച്ച് ജീവിച്ച ദുഷ്ടകർമ്മങ്ങൾ ചെയ്ത അജാമിളന്റെ സകലവിധമായ പാപങ്ങളും സ്വയം മറന്ന് എല്ലാം മറന്ന് നാരായണ എന്നൊരു വട്ടം ജപിച്ചപ്പോൾ പോലും അതിൽ നിന്നൊക്കെ മുക്തനായി. ആ കഥയാണ് ശൗനകാദി മഹർഷിമാർക്ക് സൂത പൗരാണികൻ പറഞ്ഞു കൊടുക്കുന്നതും അതേ കഥ തന്നെ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതും. എങ്ങനെ ആ ഒരൊറ്റ നാമം കൊണ്ട് സകലവിധമായ പാപങ്ങളും അദ്ദേഹത്തിൽ നിന്നും ഇല്ലാതായി. അജാമിളന്റെ കഥ അതാണ്. അപ്പൊ നമുക്കും വേണ്ടത് ആ ഒരു കാര്യമാണ്. അപ്പൊ കാലദൂതാവലി ഇങ്ങനെ പാശം വലിക്കാൻ തുടങ്ങുമ്പോഴാണ് നാരായണ